ഹായ്, ഇത് ക്രാഷുകളുടെ സമയമാണല്ലേ. ഒരു ഭാഗത്ത് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളുപരി +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണോ വേണ്ടി എന്നുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട് അല്ലേ. അപ്പം അതിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലാണ് 3 ആൾക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ക്രാഷ് കോഴ്സുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഒന്നാമത്തത് കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജുകളും അതേപോലെ തന്നെ ക്യുസാറ്റിൻ്റെ എക്സാമുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കീം ക്രാഷ്, അതേപോലെ തന്നെ എന്താ പറയുക സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള CUET എക്സാമിന് വേണ്ടിയിട്ടുള്ള CUET ക്രാഷും, അതേപോലെ തന്നെ മെഡിക്കൽ ഡോക്ടർ MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, മറ്റേത് ഡോക്ടർ ആവണമെങ്കിലും എഴുതാനുള്ള നീറ്റ് പരീക്ഷയുടെ ക്രാഷ്. ഇത് 3 എണ്ണത്തിലും ജോയിൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും അവിടെ ജോയിൻ ചെയ്ത് അവർ പറയുന്നത് പോലെ പഠിച്ചാൽ കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ നിങ്ങൾ എടുക്കട്ടോ. സാറ് പറഞ്ഞിട്ട് CUET ക്രാഷിന് ജോയിൻ ചെയ്തു, പക്ഷേ എനിക്ക് എവിടെ കിട്ടിയിട്ടില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാർട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം കൊമേഴ്സും ഹ്യൂമാനിറ്റീസുകാർ ഈ വീഡിയോ കാണുന്നുണ്ട്, കീമിൻ്റെയും നീറ്റിൻ്റെയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് CUET മാത്രം നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പം കീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മക്കളെ, കേരളത്തിൽ അതായത് എൻജിനീയറിംഗ് മേഖലയ്ക്ക് നിങ്ങൾക്കറിയാം അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് എന്ന് മാത്രമല്ല, എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ജോലി സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ് കേട്ടോ. അതായത് ഞങ്ങളിങ്ങനെ ഒത്തിരി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ, ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെ പല ജോലികൾക്കും ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ പഠിച്ച ആൾക്കാർ എന്തുണ്ടാവും, വലിയ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ജോലി റോളിലേക്ക് എടുക്കാറുണ്ട്. കാരണം എൻജിനീയറിങ്ങിന് അങ്ങനെ ഒരു ഗുണം ഞങ്ങളെല്ലാവരും ഫീൽ ചെയ്യുന്ന സാധനമാണ്, ഭയങ്കര എംപ്ലോയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 22-ാം വയസ്സിൽ നല്ലൊരു ജോലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എൻജിനീയർ ആയി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ തന്നെ കേരളത്തിലെ ഒരു ടോപ്പ് 6 എൻജിനീയറിംഗ് കോളേജ് ഉണ്ട്. CET വരുന്നുണ്ട്, അതേപോലെ തന്നെ TKM വരുന്നുണ്ട്, തൃശ്ശൂർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് വരുന്നുണ്ട്, പിന്നെ നമ്മളെ എന്താ പേര് മോഡൽ എൻജിനീയറിംഗ് കോളേജ് വരുന്നുണ്ട്. അങ്ങനത്തെ എൻജിനീയറിംഗ് കോളേജിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കമ്പനിയിൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് തന്നെ കിട്ടും. ഭയങ്കരമായിട്ട് കുഴപ്പമില്ലാതെ പഠിച്ചാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും. ആൻഡ് ഈ കമ്പനികളിലൊക്കെ നിങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് സ്കില്ലപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അടുത്തൊരു ജോബ് ജമ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിലോ ഗൂഗിളിലോ ആമസോണിലൊക്കെ കയറാനുള്ള നല്ലൊരു ഓപ്ഷൻ. അതോടുകൂടി എന്താണ്, കരിയർ സെറ്റാണ്. അതായത് നിങ്ങൾ എന്താണ് മെല്ലെ എന്താണ് ഒരു NITയിലോ IITയിലോ പഠിച്ച ആൾക്ക് ഇക്വലൻ്റ് ആവാൻ പറ്റും. അതാണ് കീമിൻ്റെ കേസ്. അതായത് കീം നിങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്താൽ ഈ 6 കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അത് അത്ര ബുദ്ധിമുട്ടുള്ള കേസുമല്ല. അതായത് നിങ്ങളുടെ മിക്കവാറും ആൾക്കാരുടെ പരീക്ഷ എന്താണ്, മാർച്ച് 19 ഇംഗ്ലീഷ് എക്സാം കഴിയുന്ന ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 26 തോന്നുന്നു CS കഴിയുന്നത്. അപ്പം ആ ഒരു സമയത്തിന് ശേഷം ഓൾമോസ്റ്റ് 1 മാസം നിങ്ങൾക്ക് സമയമുണ്ട്. ആൻഡ് കീമിൻ്റെ കേസിൽ വല്ലാത്ത ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ഭയങ്കര ഒരു ഹൈ സ്കോറിങ് ഗെയിം ഒന്നുമല്ല. ഒരു 50-60% മുകളിലൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് മാത്രമല്ല, ടോപ്പ് റാങ്കേഴ്സ് മുഴുവൻ NITയിലോ IITയിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താ, ആദ്യത്തെ 2000 റാങ്കിൽ വളരെ കുറച്ച് കുട്ടികളെ കീം വഴി അഡ്മിഷൻ കിട്ടാറുള്ളൂ, ബാക്കിയെല്ലാവരും ഇങ്ങനെ പോകണം. അതുകൊണ്ട് തന്നെ നല്ല സാധ്യതയുള്ള കേസാണ്. അപ്പം ഒരു റിപ്പീറ്റ് ചെയ്തൊരു റിസ്ക് ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള അത്രയും ഫണ്ട് നമ്മുടെ കയ്യിലില്ല. അതേ സ്ഥാനത്ത് നല്ല ജോലി ആവശ്യമുണ്ട്, നല്ല കരിയർ ആവശ്യമുണ്ട് എന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കീം ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. 1 മാസം തകർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്താൻ പറ്റുമെന്ന് മാത്രമല്ല, ഇപ്പോൾ +2വിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം +2വിൻ്റെ കൂടെ കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജിലും കയറിയ കുട്ടികൾ ഒരു 50% ആൾക്കാരെന്താണ് എജ്യൂപോർട്ടിൻ്റെ കീം ക്രാഷുമായി കയറിയ ആൾക്കാരായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഞാൻ പല കോളേജിലൊക്കെ പോകുമ്പോൾ അവരെ കാണാൻ സാറേ കീം സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് എജ്യൂപോർട്ടിൻ്റെ കേസിൽ നമ്മളുടെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സ്, അത് കീം ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, അതിലിപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ച്, നിങ്ങൾ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. സോ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കീമിൻ്റെ കേസ് ഇതാണ്. ഇനി CUETയുടെ കേസ്, ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക കൊമേഴ്സുകാരോടും ഹ്യൂമാനിറ്റീസുകാരോടും സയൻസുകാരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് വന്നാലും CUET ക്രാഷ്, ഈ കീം എഴുതുന്നില്ല നീറ്റ് എഴുതുന്നില്ല നിർബന്ധമായിട്ട് CUET എഴുതണം. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, കീം കുറേ ആൾക്കാർ പോവും, നീറ്റ് കുറച്ച് ആൾക്കാർ പോവും. അതൊക്കെ കഴിഞ്ഞാലും നിങ്ങളുടെ ഭൂരിപക്ഷ ആൾക്കാരും എന്താണ്, നാട്ടിലൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിക്കാൻ പോകുന്നത്.
ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത് പോയി വരാവുന്ന ബൈക്ക് പോയി വരാവുന്നത് ബസ് കയറി പോരാവുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് നാട്ടിൽ നിന്നൊരു 60-70 കിലോമീറ്റർ അപ്പുറം അല്ലെങ്കിൽ അടുത്ത ജില്ലയിലുള്ള നമ്മളെ ഫറൂഖ് കോളേജോ അല്ലെങ്കിൽ ദേവഗിരി കോളേജോ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജോ അല്ലെങ്കിൽ സെൻറ്റ് ട്രീസാസ് ഒക്കെ പോലത്തെ കോളേജുകൾ എന്ത് ചെയ്യും നിങ്ങൾ പഠിക്കും, അവിടെ താമസിച്ച് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കും. പക്ഷെ ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്, മിനിമം ഒരു 10x ബെറ്ററാണ് ഈ സെയിം കോഴ്സ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ. അവിടെയും ഒരുപാട് സീറ്റുകളുണ്ട്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരുപാട് കുട്ടികളായിട്ട് ഞാൻ സംസാരിച്ചിട്ട് നേരിട്ട് പോയിട്ട് അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ അനുഭവം എന്ത് ചെയ്തിട്ടുണ്ട്, അവരോട് ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാകുന്ന വേറൊരു ലോകമാണെന്നാണ്. ആൻഡ് ആ ഒരു എക്സ്പോഷർ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് വേറെ വഴിയിലേക്ക്. അതായത് കുറേ കുട്ടികളുണ്ടാവും, സാർ എനിക്ക് അതിന് മാത്രമുള്ള പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, അവിടെയൊക്കെ എത്തിയാൽ കുടുങ്ങിപ്പോകുന്നൊക്കെ, എനിക്ക് വീട്ടിൽ നിന്ന് അടുത്തുള്ള ഞങ്ങളെല്ലാവരും കൂടിയുള്ള അതൊന്നും ഇല്ലടാ. അതായത് ഓരോ സാഹചര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അവിടെയൊക്കെ എത്തിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടും. അടിപൊളി ആളായിട്ട് അടിപൊളി പ്രൊഫഷണൽസായിട്ട് എന്ത് ചെയ്യും നിങ്ങൾ പുറത്തിറങ്ങുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് എന്താണ് പിന്നെ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ ഒക്കെ പഠിച്ച ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതിലേക്കുള്ള തുടക്കമാണ് CUT ക്രാഷ് എന്ന് പറയുന്നത്. CUTയുടെ ഡേറ്റ് കൃത്യമായി വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഏപ്രിൽ അവസാനമോ മെയ് ഫസ്റ്റ് വീക്കാണ് ഉണ്ടാവുക. ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ +2 പഠിച്ച ടോപ്പിക്ക് മാത്രമേ എന്തുള്ളൂ CUT എക്സാമിന് വരുന്നുള്ളൂ. ആ ടോപ്പിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ കീം ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് അല്ലെങ്കിൽ ബയോളജി നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിലെന്താണ് 2 സബ്ജക്റ്റും ആ ഒരു ആപ്റ്റിറ്റ്യൂഡിൻ്റെ സംഭവം എന്താ മാത്സും ബേസിക് മാത്സും പഠിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്കൊക്കെ കയറാൻ പറ്റും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി എന്താണ് ഉഴപ്പി മടിച്ച് നിൽക്കരുത്. +2 കഴിഞ്ഞപ്പോൾ ഇനിയൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. റിഗ്രറ്റ് അടിക്കും മക്കളെ. നിങ്ങൾ 2-3 വർഷം കഴിയുമ്പോൾ വല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലോ JNUയിലോ പഠിച്ചാൽ മതിയെന്ന് ആലോചിക്കുമ്പോൾ നഷ്ടബോധം തോന്നരുത്. CUT ക്രാഷ് എന്ത് വന്നാലും ജോയിൻ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് CUT ക്രാഷ്. എഡ്യൂപോർട്ടിനാണ് ഓൺലൈനായിട്ടുള്ളത്, ഓഫ്ലൈനും മിക്കവാറും ഇത്തവണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസിനായി ഇതിൽ ചെയ്യാം. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രാഷിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബൂസ്റ്റർ ബാച്ച് +2ൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള സാധനം നിങ്ങൾക്ക് റെഡി ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് നീറ്റിൻ്റെ കേസിലാണ് ഒരുപാട് കോൺട്രവേഴ്സി. കാരണം എന്താ വെച്ചാൽ നീറ്റ് ക്രാഷിനെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ കാര്യമായിട്ടൊന്നും നീറ്റിന് പഠിച്ചിട്ടില്ല. ഞാൻ കീമിൻ്റെ പറയും, നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങളെ കീം ക്രാഷ് ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ കിട്ടും. നീറ്റിൻ്റെ കേസിൽ ഞാൻ അങ്ങനെ പറയൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ഹൈ സ്കോറിങ് ഗെയിമാണ്. നല്ല മാർക്ക് ഇത്തവണ 700+ ഒന്നും ഒത്തിരി ഉണ്ടല്ലോ, കാരണം കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ട്. പക്ഷെ എന്നാലും എന്താണ് നിങ്ങൾ ഓൾമോസ്റ്റ് മുഴുവൻ ചാപ്റ്ററും 100% നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നില്ല അല്ലേ? അതേ സ്ഥാനത്ത് നിങ്ങളൊരു 60%, 70% പഠിച്ച് തീർന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മാസം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ +1ൻ്റെ കേസിലൊക്കെ നല്ല രീതിയിൽ റിവിഷൻ ഉണ്ടാവും. പഠിക്കാത്ത ടോപ്പിക് ഒന്ന് സീരിയസ് ആക്കി നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ചാടിക്കടക്കാൻ പറ്റും. ചാടിക്കടന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നീറ്റ് ക്രാഷിന് ജോയിൻ ചെയ്താൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തിനാണ് കാക്ക വീണ് നിങ്ങൾക്കറിയാലോ, ആലോചിക്കുക. അങ്ങനെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ച് എന്തില്ല നമുക്ക് താല്പര്യമില്ല. അതേ സ്ഥാനത്ത് നീറ്റ് നിങ്ങൾക്കറിയാം 1 വർഷവും 2 വർഷവും 3 വർഷമൊക്കെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ആ ഒരു നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഈ നീറ്റിൻ്റെ ക്രാഷിന് ജോയിൻ ചെയ്താൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നീറ്റ് ക്രാഷ് ഈസ് ഓൾ അബൌട്ട്, അല്ലെങ്കിൽ നീറ്റ് ഈസ് ഓൾ അബൌട്ട് എഫേർട്ടാണ്, ഹാർഡ് വർക്കാണ്. അപ്പം ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഈ ക്രാഷിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻഷൻ ഉണ്ടോ, മനസ്സിലാത്ത പോർഷനാണ് ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങളെ മാർക്കൊന്നുമില്ല കേട്ടോ. നമ്മളെ ചൈതൻ 212 220 മാർക്ക് അവന് ക്രാഷ് കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവന് ഈ ബോധ്യം ഒന്നും കൂടെ പഠിച്ചാൽ കിട്ടും. ആ ബോധ്യം, ആ സാധനം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിയലി ഗുഡ്. ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെത്തും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ നീറ്റ് ക്രാഷിൻ്റെ ഏറ്റവും വലിയ ഗുണം, അതായത് നീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഏത് സ്ഥാപനത്തിലാണ് ഹോസ്റ്റലല്ലേ പഠിക്കാൻ പോകുന്നത്, ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ ആദ്യത്തെ ഒരു മാസം, ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഫുള്ള് കരച്ചിൽ, ഉമ്മാനെ കാണുന്നത്, വീട്ടിലെ പട്ടിക്കുട്ടീനെ മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികൾ കരഞ്ഞത് എനിക്കറിയാം നമ്മളെ എഡ്യൂപോർട്ട് ക്യാമ്പസിലൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ആഴ്ച എന്തായിരിക്കും ആ ഒരു ഹോസ്റ്റൽ എൻവയോൺമെൻ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടന്ന് നിങ്ങളെ തോന്നിയ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, കിടക്കയിൽ തിരിഞ്ഞും കിടന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ഹോസ്റ്റലിൽ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതൊന്ന് ടാലിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒന്ന് ട്രാക്കിലാകുമ്പോഴത്തേക്ക് 1 മാസം നിങ്ങൾ പോകും.
അപ്പോഴത്തെ കുറേ പെൻഡിങ് ഉണ്ടാവും. ഇങ്ങനെ ആയിട്ട് ടെൻഷനായി ഒരു സുഖം ഉണ്ടാവില്ല ആ ലൈഫ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ഈ റെസിഡൻഷ്യൽ സംഭവത്തിലേക്ക് വന്നാൽ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ കരയും. ആ കരയുമ്പോൾ എന്താ, കരഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളത് മറക്കൂലേ. ആ മറന്ന് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. പഠന രീതി എല്ലാം നിങ്ങൾ സെറ്റായിട്ടുണ്ടാവും. അപ്പം നീറ്റ് റിപ്പീറ്റിന് നിങ്ങൾ വരികയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഡേ 1 മുതൽ ഫുൾ സ്പീഡിൽ ഫുൾ ത്രോട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് റെസിഡൻഷ്യൽ ക്രാഷിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. അതേപോലെ തന്നെ നമുക്ക് കീമിനും റെസിഡൻഷ്യൽ ക്രാഷ് ഉണ്ട്. കീമിൻ്റെ റെസിഡൻഷ്യൽ ക്രാഷ് വളരെ സിമ്പിളാണ്. ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞ പോലെ എഫേർട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ടോ വേറെ എവിടെ പോയി വന്ന് പഠിക്കുകയൊക്കെ ആണെങ്കിൽ, റെസിഡൻഷ്യൽ ആണെങ്കിൽ ചുമ്മാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 100-150 മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് കീം റെസിഡൻഷ്യൽ ക്രാഷിൻ്റെ ഉദ്ദേശം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബെസ്റ്റ് കരിയറിൻ്റെ 3 ഓപ്ഷൻസ് ആണ് കീം, നീറ്റ്, CUT. ഈ 3 നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണ് രണ്ടിലും, കീമിലും കീമിലും CUT ഒന്നും ചെയ്യണ്ട കേട്ടോ. അത് CUT മാത്രമാണെങ്കിൽ CUT ക്രാഷ്. ഇനി അതല്ല, കീം നോക്കണം, CUT നോക്കണമെങ്കിലൊക്കെ കീം ക്രാഷ് നോക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് CUTയിലുള്ള ഒരുവിധ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റും. നീറ്റ് ആണെങ്കിൽ നീറ്റ് ആൻഡ് CUT. ഇപ്പം ഞാനന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി പോയപ്പോൾ നീറ്റ് ക്രാഷിനാണ് അവൾ ജോയിൻ ചെയ്തത്, പക്ഷേ അവൾക്ക് CUT കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ എന്തുണ്ടാവും, അവിടെ ഉണ്ടാവാൻ ചാൻസ് അല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. സോ ഇതിലെന്ത് ചെയ്യുക, ഒന്ന് തീരുമാനം എടുക്കുക. എന്ന് മാത്രമല്ല, എഡ്യൂപോർട്ടിൻ്റെ കേസിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ആയിക്കോട്ടെ, അത് സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ക്രാഷ് വഴി എത്തിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അഡാപ്റ്റീവിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലേറ്റസ്റ്റ് ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മളെ ബൂസ്റ്റർ ബാച്ച് ഫ്രീ ആക്കാനായിട്ട് താഴെ കാണുന്ന ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.